ജെൻഡർ ഇക്വാളിറ്റി മാത്രമല്ല, ഞാൻ ദളിത് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിംഗ് നമ്മൾ ഷീ പോയിൻ്റ് ആണ്, സ്ത്രീകളുടെ ഒരു സ്പേസ് ആണ്. പക്ഷേ അതിനകത്ത് തന്നെ ആദിവാസി ദളിത് സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്കാണ്, അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് കൂടുതലായിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നത്. അപ്പം നമ്മൾ അത്തരമൊരു പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇതൊരു സ്പേസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ഥലം വാങ്ങിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ? അത് ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഇൻകം ഒന്നും ഇല്ല, എൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. അത് നെഗറ്റീവ് ഇൻകത്തിലാണ് ഞാൻ എപ്പോഴും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സേവിങ്സും എനിക്കില്ല. അപ്പോൾ കഴിഞ്ഞ 2021 നവംബറിൽ എനിക്ക് ഷട്ടിൽ വർത്ത് ഫൗണ്ടേഷൻ്റെ ഒരു ഗ്രാൻറ്റ് കിട്ടി. ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സെഷനിൽ. അപ്പോൾ അത് $5000 ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനീഷ്യൽ എമൗണ്ടായിട്ട് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി ഇതിന് 8 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫണ്ട് റേസിങ് നടത്തുന്നുണ്ട്. ആ ഫണ്ട് റേസിങ് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാൻ പല ആളുകളും തയ്യാറാണ്. പക്ഷേ നമ്മളൊരു ഫണ്ട് റേസർ ആപ്ലിക്കേഷനിലൂടെയാണ്, ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്, മിലാപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതാകുമ്പോൾ അതിലേക്ക് വരുന്ന 100 രൂപ മുതൽ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്ര ചെറിയ എമൗണ്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ കിട്ടുന്ന ക്യാഷ് അങ്ങനെ തന്നെ ഇതിൽ കൊടുത്തിട്ട് അതിൻ്റെ ലയബിലിറ്റി. അതൊരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കാണോ ഇവരായിട്ട് ഏജൻസിയായിട്ട് ബന്ധപ്പെടുന്നത്? അല്ലല്ല, അത് ആർക്ക് വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് അല്ലാത്ത ഇതൊരു NGO ആയിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കഴിയും. നമ്മൾ കുറച്ച് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അനുജ, അതേപോലെ തന്നെ ഷമീന, പിന്നെ ഒരു പീയൂഷ് ആൻ്റണി, കുറേ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ റിലീജിയൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയോ ഒന്നും ബേസിസിലല്ല. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിട്ടാണ് നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ ഇത് സ്വന്തം വീട് പോലെ ആർക്കും, നീഡി പേഴ്സൺസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അവരുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ വീടുകളിൽ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഇവിടെ നമ്മൾ വേറെ ഒരു അർത്ഥത്തിലും അങ്ങനെ, പക്ഷേ ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മളിവിടെ അലോ ചെയ്യുന്നില്ല. കാരണം അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളത് കൊണ്ട് റെഫറൽ ബേസിസിൽ വരുന്നവരോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആളുകളോ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാം. അവരുടെ വീട് പോലെ തന്നെ ഇവിടെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ മിനിമം സാധനങ്ങളുണ്ട്, സ്വന്തം റിസ്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ കെയർടേക്കറൊന്നുമില്ല. അവർക്കിവിടെ നിൽക്കാം, കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് സമാധാനമായിട്ട്, ചിലപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ സമാധാനമായിട്ട് ഇവിടെ നിന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകാം. പിന്നെ ബുക്സ് നമ്മൾ ചെറിയൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്, ബുക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചില കോച്ചിങ് പ്രോഗ്രാം LLB കോച്ചിങ് നടത്തുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ഒരു ക്ലബ്ബുണ്ട് നമ്മളങ്ങനെ. പിന്നെ ലീഗൽ എയ്ഡ് എല്ലാ ദിവസവും നമ്മൾ ലീഗൽ എയ്ഡ് ഫിസിക്കലായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ തന്നെ എല്ലാ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചത്. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് പ്ലാൻസ് നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ട്രൈബൽ വിമൻ്റെ എംപവർമെൻ്റ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ, ജോബ് ട്രെയിനിങ്ങുകൾ, ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ജോബ് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഇൻകവും ട്രൈബ്സിന് തന്നെ കൊടുക്കുന്ന, ട്രൈബൽ വിമന് തന്നെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള, അതിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രോജക്ട്സുകളൊക്കെ തന്നെ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് പ്രോജക്ട്സുകളുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഒരു 2 years ഒക്കെ കഴിഞ്ഞാലേ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇവിടെ നമ്മൾ അതായത് ഇപ്പോൾ ഇവിടെ എഴുതാനൊക്കെ വന്ന് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരുമില്ല, അവരൊറ്റയ്ക്ക് വന്ന് നിന്ന് അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ തൊട്ടടുത്ത് തന്നെ ചെറിയ ജംഗ്ഷൻ ഉണ്ട്, അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പുറത്ത് പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം, ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ സ്വന്തം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ അതുകൊണ്ട് ആരും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ ഈ നാടെന്ന് പറയുന്നത് ഭയങ്കര നല്ല കുറച്ച് മനുഷ്യരാണ്, വളരെ സത്യസന്ധരായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് മനുഷ്യരാണ് ഈ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ അർത്ഥത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. നിങ്ങളുടെ ആ ഒരു പൊതുവെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫെമിലിയർ ആൾക്കാർ മനസ്സിലാക്കിയിട്ടും നമ്മുടെ നല്ലോണം നിൽക്കുന്നു. അതെ, നല്ലോണം നിൽക്കുന്നുണ്ട്. തുടക്കത്തിൽ ഞാനിവിടെ വന്ന സമയത്ത് BJPയുടെ സപ്പോർട്ടേഴ്സാണോ BJP പ്രവർത്തകരാണോ എന്നറിയില്ല, ഈ വീടുകളൊക്കെ കുറച്ച് വീടുകളിലൊക്കെ കയറിയിട്ട് എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. പക്ഷേ ഞാൻ അതിനങ്ങനെ വലുതായിട്ട് പ്രചരണമൊന്നും കൊടുത്തില്ല, അതിനൊരു വലിയ മൈലേജ് ഒന്നും കൊടുത്തില്ല, പോസ്റ്റൊന്നും ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അത് തള്ളിക്കളഞ്ഞു. പിന്നെ അതേസമയം ഞാനത് ഏറ്റുപിടിച്ച് വലിയ കേസൊക്കെ ആക്കിയിരുന്നെങ്കിൽ വലിയ സംഘടന ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ ഇവിടുത്തെ മനുഷ്യരത് തിരസ്കരിച്ചു.